السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ابن عباس رضي الله عنهما قال: سمعت رسول الله صلى الله عليه وسلم يقول: عينان لا تمسهما النار، عين بكت من خشية الله وعين باتت تحرس في سبيل الله. رواه الترمذي وأحمد رحمة الله عليهما. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു നമുക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങളിൽ ഒന്നാണ് രണ്ട് കണ്ണ്. യുഗ്ലിന എന്ന് പറയുന്ന ഒരു ജീവി ഒഴികെ ബാക്കിയുള്ള ഭൂമിയിലുള്ള ഏകദേശം 99% രണ്ട് കണ്ണോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഒരു കണ്ണം മതിയാവും. എന്നാൽ അള്ളാഹു സവിശേഷമായ അവന്റെ സൃഷ്ടിയായ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായം സൂറത്തുൽ വലദിൽ അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് ഞാൻ രണ്ട് കണ്ണ് നൽകിയില്ല. അവിടെ ഐൻ എന്നാണ് ഉപയോഗിച്ചത്. ഐൻ എന്ന് പറഞ്ഞാൽ നീര് ഒഴുകുന്നത് എന്നാണ്, അരുവി എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലൊരു തീപിടുത്തം ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയതിൽ 10,000 ലിറ്റർ വെള്ളമായിട്ട് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടാകും. ശക്തമായി വെള്ളം അടിച്ചിട്ടും തീ കെടാത്ത പല രാജ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം, അതാണ് ഈ റമദാനിലുള്ള സവിശേഷത. എന്താ? അത്യപാരമായ കാരുണ്യം ഇങ്ങനെ പെയ്തിറങ്ങുന്നത്. എന്താ? എന്ത് ചൂടായിരുന്നു തുടക്കത്തിൽ, ആ ചൂടൊക്കെ എവിടെ പോയി? എന്നാൽ ഇതിനേക്കാൾ ചൂടുള്ള ഒരു നട്ടുച്ച നേരത്ത് ളുഹർ ബാങ്ക് വിളിച്ചിട്ടും ആ പരിസരത്ത് പല ആൾക്കാരും ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? അവനവന്റെ ദൂരെയുള്ള വീടുകളൊക്കെ വിറ്റിട്ട് ആ പള്ളിയുടെ പരിസരത്തൊക്കെ വീട് വെച്ച ആൾക്കാർ. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും ആരെയും ആ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത് കണ്ടില്ല. റസൂൽ അങ്ങനെ പുറത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു നോക്കി. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കയറി വരുന്നുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ ഓരോ മുണ്ടുണ്ട്, തുണിക്കഷ്ണങ്ങൾ. അതുകൊണ്ട് വായും മൂക്കിനെ പൊത്തിപ്പിടിച്ചിട്ടാണ് വരുന്നത്. മൂക്കിൽ നിന്ന് ഇങ്ങനെ കട്ട ബ്ലഡ് ചാടിക്കൊണ്ടാണ് വരുന്നത്. അത്രയധികം ഉഷ്ണമുള്ള ഒരു സമയം. റസൂൽ പറഞ്ഞു ഫഅബ്ദിറു ബിസ്സലാം, നമുക്ക് നമസ്കാരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് വൈകിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുണ്ടല്ലോ, ഇത് മിൻ ഖൈഹി ജഹന്നം, ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ നിശ്വാസമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നമ്മുടെ വീടുകളിൽ കത്തിക്കുന്ന തീയില്ലേ, അതിനേക്കാൾ 69 ഇരട്ടി തീ ശക്തമാണ് നാളെ പരലോകത്ത്. അല്ലാഹുവിന്റെ റസൂലേ, അന്നാറു ലകാഫിയ, ഇവിടുത്തെ ചൂട് തന്നെ സഹിക്കാൻ വയ്യ, ഇവിടുത്തെ തീ തന്നെ അസഹ്യമാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീയിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, രണ്ട് കണ്ണുകൾ ഉണ്ടായിട്ട് തിന്മകളിലേക്ക് എത്തി നോക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിലെ 30-31 ആയത്തിൽ 30-ാമത്തെ ആയത്തിൽ വിശ്വാസികളോടും 31-ാമത്തെ ആയത്തിൽ വിശ്വാസികളോടും തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വഖുലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വഖുലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിം. വിശ്വാസികളോട് അവരുടെ കണ്ണ് താഴ്ത്താനും വിശ്വാസികളോട് അവരുടെ കണ്ണ് താഴ്ത്താനും. എല്ലാവിധ ദുശ്ശീലങ്ങളിലേക്കും ദുഷിച്ച അവസ്ഥയിലേക്കും മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുന്ന വൈകാരികമായൊരു വലിയ ഫോട്ടോഗ്രാഫിയുടെ ടോപ്പാണ് കണ്ണ്. അതടച്ചാൽ പിന്നെ കൽബാണ്, പിന്നെ അശ്ലീലമായ ചിന്തയിലേക്കൊന്നും പോകില്ല. എന്നാൽ ആ കണ്ണ് തന്നെ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകും, അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വെച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമാ അന്നാർ, ആ രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നാളെ നേരത്തെ പറഞ്ഞതുപോലെ 69 ഇരട്ടി ചൂടുള്ള തീയിനെ കെടുത്താൻ ഈ കണ്ണീരിന്റെ തുള്ളിക്ക് കഴിയും. ഒരു കണ്ണീരിന്റെ തുള്ളിക്ക് കെടുത്താൻ പറ്റുന്ന നരകം മാത്രമേ അള്ളാഹു സൃഷ്ടിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര വിലയുള്ളൊരു കണ്ണീരിന്. നമ്മൾ പലതിനും വേണ്ടി കരഞ്ഞ ആൾക്കാരാ. ഉപ്പ മരിച്ചിട്ട് ഉപ്പാന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ട് ഇറക്കുന്ന സമയത്ത് ആ കട്ടിലിന്റെ 2-3 ഭാഗത്തും ആൺമക്കളായി നമ്മളൊക്കെ നിന്നപ്പോ നമുക്കത് പൊങ്ങുന്നില്ല. എന്തുകൊണ്ടെന്നൊരു ഹൃദയം അത്ര ഇടുങ്ങിപ്പോയി. വാപ്പാന്റെ ശരീരഭാരം പൊങ്ങാഞ്ഞിട്ടല്ല,
മറിച്ച് മനസ്സിന്റെ ഭാരം താങ്ങാഞ്ഞിട്ടാണ്. ഉമ്മയും അതുപോലെ തന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത്ര വലിയൊരു ഭാരമാക്കുന്നുണ്ടെന്ന് നമ്മൾ അപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ ഇടനെഞ്ച് പൊട്ടി, കണ്ണിന്റെ കോണ് നനഞ്ഞു. അതുപോലെ തന്നെ പലതിനും വേണ്ടി കരഞ്ഞ ആളുകളാണ്. എന്നാൽ അവനവന് വേണ്ടി, നാളേക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി കരയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തെറ്റുകൾ ഭയന്ന്, നരകത്തെ ഭയന്ന് റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എങ്കിൽ അയാളുടെ കണ്ണിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അള്ളാഹിനെ പറ്റി ഓർത്ത് കരഞ്ഞ കണ്ണ് നാളെ നരകം ആ കണ്ണിനെയും കണ്ണിന്റെ ഉടമയെയും സ്പർശിക്കുകയില്ല. മറ്റൊരു കണ്ണ് രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിന്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉറക്കമടച്ചിരുന്ന കണ്ണുകളാണ്. ആ കണ്ണുകളെ അള്ളാഹു അവഗണിക്കുകയില്ല. അതിന്റെ ആ ഉടമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ മണിക്കൂറും നമുക്ക് കരയാനായി നീക്കിവെക്കാം. നമ്മുടെ കണ്ണീരിന്റെ തുള്ളികൾ കൊണ്ട് നാളെ നരകത്തിന്റെ ഭയാനകമായ ഭീതിയിൽ നിന്നതിന്റെ അന്തരാളങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുമെങ്കിൽ ആ ഒരു കണ്ണീർ തുള്ളി റബ്ബിന്റെ മുന്നിൽ വീഴ്ത്തി അവനവന്റെ തെറ്റുകുറ്റങ്ങളോട് മാപ്പിരന്നുകൊണ്ട് റബ്ബിനോട് പറയാൻ നമുക്ക് സാവകാശം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയുള്ള അവശേഷിക്കുന്നതിന്റെ രാവും പകലും ഹയാത്താക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ണീർ തുള്ളികൾ ഒഴുകി നാളെ നരകത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന മുഅ്മിനുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകം സ്പർശിക്കാത്ത കണ്ണിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.